ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിൽ ആദ്യ എലിമിനേഷൻ നടന്നിരിക്കുകയാണ്. 4 പേരാണ് അഗ്നിപരീക്ഷയിൽ നിന്നിപ്പോൾ പുറത്തായിരിക്കുന്നത്. ആരൊക്കെയാണ് അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തായ 4 പേരെന്നും അവരുടെ എന്താണ് പുറത്തായപ്പോൾ അവരുടെ പ്രതികരണം എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് പോകാം. അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തായ ആദ്യ മത്സരാർത്ഥി ബിജു ആണ്. കഴിഞ്ഞ 2 ദിവസത്തെ പെർഫോമൻസുകളുടെ അടിസ്ഥാനത്തിലും സ്ക്രീൻ പ്രസൻസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ബിജുവിനെ പുറത്താക്കിയിരിക്കുന്നത്. ഈ എലിമിനേഷൻ താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും തൻ്റെ ഭാര്യ ഇത് കേൾക്കുമ്പോൾ തലകറങ്ങി വീണു പോകും എന്നുമായിരുന്നു ബിജുവിൻ്റെ ആദ്യ പ്രതികരണം. ബിഗ് ബോസ് എന്നത് തൻ്റെ വലിയ സ്വപ്നമായിരുന്നു എന്നും ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ വലിയ വിഷമമുണ്ടെന്നും ബിജു പറയുകയുണ്ടായി. അടുത്തതായി പുറത്തായത് ആരാധ്യയായിരുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ബിഗ് ബോസ് എന്ന വലിയ സ്വപ്നം അതിൻ്റെ ആദ്യ ചവിട്ടുപടിയായി അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടി. നിർഭാഗ്യവശാൽ ആരാധ്യയും ആദ്യ എലിമിനേഷൻ റൗണ്ടിൽ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ ഇമോഷണലും സെൻസിറ്റീവുമായ ആരാധ്യ കരഞ്ഞുകൊണ്ടാണ് ഷോയിൽ നിന്നും ഇറങ്ങിയത്. ഒരിക്കലും ഇതൊരു അവസാനമല്ലെന്നും വെറും 18 വയസ്സ് മാത്രമേ ആരാധ്യയ്ക്ക് ആയിട്ടുള്ളൂ എന്നും നല്ലൊരു ഭാവിയുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ജഡ്ജസിലൊരാളായ രഞ്ജിനി ഹരിദാസ് ആരാധ്യയെ യാത്രയാക്കിയത്. ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ട മൂന്നാമൻ നിതിനാണ്. ഷോയുടെ തുടക്കത്തിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു ജിമ്മനായ നിതിൻ കാഴ്ചവെച്ചത്. എന്നാൽ തുടക്കത്തിലെ ആവേശം പിന്നീട് അങ്ങോട്ട് കണ്ടില്ല എന്നതായിരുന്നു ജഡ്ജസിനെ നിതിനെ പുറത്താക്കേണ്ടി വന്ന കാരണം. ജഡ്ജസിൻ്റെ തീരുമാനം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നും എങ്കിലും ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൽ വളരെയധികം വിഷമം ഉണ്ടെന്നുമായിരുന്നു നിതിൻ്റെ ആദ്യ പ്രതികരണം. അതോടൊപ്പം വേദിയിൽ തൻ്റെ മിമിക്രി പെർഫോമൻസ് കൂടി കാഴ്ചവെച്ചുകൊണ്ടാണ് നിതിൻ ഷോ വിട്ട് ഇറങ്ങിയത്. ഏറ്റവും അവസാനമായി എലിമിനേഷൻ റൗണ്ടിൽ പുറത്താക്കപ്പെട്ടത് റാഷയാണ്. അഫിനായാസും റാഷയുമാണ് ഏറ്റവും അവസാന റൗണ്ടിൽ നേർക്കുനേർ വന്നത്. താൻ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായെന്നും താനാണ് ഡിസർവിംഗ് എന്നുമാണ് റാഷ ജഡ്ജസിനോട് പ്രതികരിച്ചത്. അഫിനിയാസ് വേണ്ടത്ര പെർഫോം ചെയ്തില്ലെന്ന് അവരുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ തന്നെ പറഞ്ഞില്ലേ എന്നും അതുകൊണ്ടുകൂടി തനിക്കാണ് ഷോയിൽ തുടരാൻ അർഹത എന്നും റാഷ കൂട്ടിച്ചേർത്തു. ഇനി അഥവാ ഇവിടെ നിന്നും പുറത്തായാൽ അതും ആരുടെ കുറ്റം കൊണ്ടായിരിക്കും എന്ന് ജഡ്ജസിൻ്റെ ചോദ്യത്തിന് ക്യാപ്റ്റൻ അഭിരാം എന്നായിരുന്നു റാഷയുടെ മറുപടി. എന്തായാലും ജഡ്ജസിൻ്റെ തീരുമാനപ്രകാരം റാഷ തന്നെ ഒടുവിൽ പുറത്തായിരിക്കുകയാണ്. 40 പേരിൽ നിന്ന് തുടങ്ങിയ ഷോ എലിമിനേഷൻ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 36 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ എലിമിനേഷൻ റൗണ്ടുകൾ ഉണ്ടായിരിക്കും. ടാസ്കുകളെല്ലാം നല്ല രീതിയിൽ കഴിച്ച് ഏറ്റവും ഒടുവിൽ എലിമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ട് ആരൊക്കെ ബിഗ് ബോസ് ഷോയിലേക്ക് കയറുക എന്നത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്തായാലും അഗ്നിപരീക്ഷ വലിയൊരു വിജയമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മറ്റ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു.